ആഗോള സൈനിക ചരിത്രം ഇന്നൊരു പുതിയ വഴിത്തിരിവിലാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ യുദ്ധക്കളങ്ങളിൽ കണ്ട മാറ്റം നൂറ്റാണ്ടുകൾ കൊണ്ട് സംഭവിച്ചിട്ടില്ലാത്തതാണ്. വൻകിട വിമാനവാഹിനികളും കോടികൾ വിലമതിക്കുന്ന യുദ്ധക്കപ്പലുകളും സമുദ്രം ഭരിച്ചിരുന്ന കാലം അവസാനിക്കുകയാണോ? കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാവുന്നതും എന്നാൽ അതിമാരകമായ പ്രഹരശേഷിയുള്ളതുമായ ഡ്രോണുകൾ ആധുനിക നാവികസേനകൾക്ക് ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. എന്നാൽ ലോകം ഭീതിയോടെ നോക്കുന്ന ഈ അസമമായ യുദ്ധമുറയ്ക്ക് കൃത്യമായ ഉത്തരം നൽകിയിരിക്കുകയാണ് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി. ബൊഹായ് കടൽ തീരത്ത് അടുത്തിടെ നടന്ന ആ പരീക്ഷണം കേവലം ഒരു ആയുധ പരീക്ഷണമല്ലായിരുന്നു. അത് ലോകശക്തികൾക്കുള്ള വ്യക്തമായ സന്ദേശമായിരുന്നു. അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ചൈനയുടെ പുതിയ ആന്റി ഡ്രോൺ പ്രതിരോധ സംവിധാനം അതിന്റെ അന്തിമ പരിശോധന വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതിനർത്ഥം ഇനി ഈ സംവിധാനം വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചൈനയുടെ എല്ലാ പ്രധാന യുദ്ധക്കപ്പലുകളിലും വിന്യസിക്കപ്പെടുകയും ചെയ്യുമെന്നാണ്. പരീക്ഷണത്തിനിടെ റഡാറുകളെ വെട്ടിച്ച് സമുദ്രോപരിതലത്തിന് തൊട്ടുമുകളിൽ അതിവേഗത്തിൽ പറന്നെത്തിയ ഡ്രോണുകളെ സെക്കൻഡുകൾക്കുള്ളിൽ ഈ സംവിധാനം തകർത്തു. നിശബ്ദമായ എന്നാൽ കൃത്യമായ ഈ പ്രഹരം ചൈനയുടെ സൈനിക മികവിന്റെ ഉദാഹരണമാണ്. അമേരിക്കയും സഖ്യകക്ഷികളും തങ്ങളുടെ മിസൈൽ പ്രതിരോധത്തിനായി കോടിക്കണക്കിന് ഡോളറുകൾ ചിലവാക്കുമ്പോഴും ചൈന പ്രായോഗികമായും സാമ്പത്തികവുമായ പ്രതിരോധ മാർഗങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അമേരിക്കയുടെ ഗോൾഡൻ ഡോം പദ്ധതി $185 ബില്യൺ ചിലവ് പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇതിന്റെ വിജയം ഇന്നും സംശയത്തിന്റെ നിഴലിലാണ്. ഹൈപ്പർസോണിക് ആയുധങ്ങളെ തടയാൻ തങ്ങൾക്ക് നിലവിൽ സംവിധാനങ്ങളില്ലെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ തുറന്നു സമ്മതിക്കുന്നത് ചൈനയുടെ സാങ്കേതിക മികവിനുള്ള അംഗീകാരമാണ്. ചൈന വികസിപ്പിച്ചെടുത്ത ലിയോ യുവാൻ 1 എന്ന ലേസർ സംവിധാനം ആഗോള പ്രതിരോധ മേഖലയിൽ ഒരു വിപ്ലവമാണ്. ഒരു ഡ്രോണിനെ വെടിവെച്ചിടാൻ ലക്ഷങ്ങൾ വിലയുള്ള മിസൈലുകൾക്ക് പകരം വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലേസർ രശ്മികൾ ഉപയോഗിക്കുന്നത് യുദ്ധത്തിന്റെ സാമ്പത്തിക ശാസ്ത്രത്തെ തന്നെ മാറ്റുന്നു. ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകൾ ചേർന്ന് നടത്തുന്ന ഡ്രോൺ സ്വാം ആക്രമണങ്ങളെ തടയാൻ ചൈനയുടെ ഈ ഡയറക്റ്റ് എനർജി ആയുധങ്ങൾക്കല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ റഷ്യയും ചൈനയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം പാശ്ചാത്യ ശക്തികളുടെ ഉറക്കം കെടുത്തുകയാണ്. റഷ്യയുടെ കരുത്തുറ്റ മിസൈൽ സാങ്കേതിക വിദ്യയും ചൈനയുടെ അതിനൂതനമായ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും ഒത്തുചേരുമ്പോൾ അതൊരു അജയ്യമായ ശക്തിയായി മാറുന്നു. കിഴക്കൻ യൂറോപ്പിലെ സംഭവ വികാസങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട ചൈന കപ്പലുകൾക്ക് ചുറ്റും ഒരു ഇലക്ട്രോണിക് കവചം തീർക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. സങ്കീർണമായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇടപെടലുകൾക്കിടയിലും ശത്രു ഡ്രോണുകളെ തിരിച്ചറിയാനും തകർക്കാനും ചൈനീസ് റഡാറുകൾക്ക് സാധിക്കുന്നു. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇന്നും തങ്ങളുടെ പഴയ ആയുധ ശേഖരങ്ങളെ നവീകരിക്കാൻ കഷ്ടപ്പെടുമ്പോൾ ചൈന 10ാം തലമുറ യുദ്ധതന്ത്രങ്ങളിലേക്ക് കുതിച്ചു കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ നാവികസേന എന്ന പദവിയിൽ നിന്നും ലോകത്തെ ഏറ്റവും സുരക്ഷിതവും അത്യാധുനികവുമായ നാവികസേന എന്ന ലക്ഷ്യത്തിലേക്കാണ് ചൈന നീങ്ങുന്നത്. ഒരു രാജ്യം അതിന്റെ പ്രതിരോധം ശക്തമാക്കുന്നത് യുദ്ധം ചെയ്യാനല്ല, മറിച്ച് യുദ്ധം ഒഴിവാക്കാനാണ്. ചൈനയുടെ ഈ പുതിയ നാവിക പ്രതിരോധ സംവിധാനങ്ങൾ ആഗോളതലത്തിൽ ഒരു പുതിയ ശക്തി സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ അപ്രമാദിത്വം അവസാനിക്കുകയും ചൈനയും റഷ്യയും നയിക്കുന്ന ഒരു ബഹുദ്രുവ ലോകം രൂപപ്പെടുകയും ചെയ്യുന്നത് ചരിത്രപരമായ അനിവാര്യതയാണ്. സമുദ്രത്തിലെ ഡ്രോൺ ഭീഷണികളെ ചൈന എങ്ങനെ നേരിടുന്നു എന്നത് വരും കാലത്തെ ലോക സൈനിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായിരിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.